ആരാ? മനസ്സിലായില്ല? 10ാം ക്ലാസ് എ ഡിവിഷൻ, ഫസ്റ്റ് ബെഞ്ച്, ഫസ്റ്റ് കുട്ടി, പച്ചപ്പാവാട യൂണിഫോം, വെള്ള ഷർട്ട്, 2 സൈഡിൽ മുടി കെട്ടേക്കണം, അസംബ്ലിക്ക് 3ാം സ്ഥാനത്ത്, പേര് ലില്ലി. അത് ഞാനാ? ചേട്ടൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അതേ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ച്, ലാസ്റ്റ് കുട്ടി, അസംബ്ലിക്ക് നിന്നിട്ടില്ല, യൂണിഫോം ഇല്ലായിരുന്നു. പേര് റോണി, റോണി തങ്കച്ചൻ. അയ്യോ, റോണി എല്ലാ ക്ലാസ്സിലും തോറ്റു കിടന്ന പൂവാല റോണിയല്ലേ? ആ റോണിയല്ലേ? ഒട്ടും മനസ്സിലായില്ല. വലുതാല് വെച്ച് കയറണോ എടുത്തുപോലെ വെച്ച് കയറണോ? വലുതാല് വെച്ച് കയറാൻ ഞാൻ കെട്ടിക്കയറി വരുമല്ലോ. ഒട്ടും എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട്. ഇരിക്കൂടെ ലില്ലി? ആ പഴയ യൂണിഫോമിൽ നിന്ന് ചുരിദാറിലേക്ക് വന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ലില്ലിയുടെ ആ രൂപത്തിനും സൗന്ദര്യത്തിനും ആ ചിരിക്കും ഒന്നും ഒരു മാറ്റമല്ല. എവർഗ്രീൻ സുന്ദരി എന്നൊക്കെ പറയില്ലേ നമ്മുടെ മഞ്ജുവാര്യരെ പോലെയൊക്കെ, അതുപോലെ തന്നെ എനിക്ക് വല്ല മാറ്റമുണ്ടോ? റോണിക്ക് താടിയും മുടിയൊക്കെ വളർത്തിരിക്കുന്നോണ്ട് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പക്ഷെ സ്വഭാവം എപ്പോഴും മടത്ത പോലെ തന്നെ, പെണ്ണുങ്ങളെ കാണുമ്പോൾ. അല്ല, അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ ആൺ പെൺ വ്യത്യാസമില്ല, എല്ലാവരോടും വളരെ ചിരിച്ചു കളിച്ചാണ് സംസാരിക്കുന്നത്. പെണ്ണുങ്ങളുടെ ഒക്കെ ഗ്രൂപ്പില് പറഞ്ഞായിരുന്നു എല്ലാരും റോണി നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ആണോ? എല്ലാവർക്കും ഞാൻ എന്ന് പറഞ്ഞ ഒരു ഹര അറിയാലോ. പിന്നെ തിരക്ക് പിടിച്ച ലൈഫല്ലേ, സ്റ്റാർ ഹോട്ടലിൽ നിന്ന് സ്റ്റാർ ഹോട്ടലിലേക്ക് ഗൾഫിലെ ഫ്ലൈറ്റിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷെഫല്ലേ. അറബി പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മസ്താൻ റോണി മസ്താൻ. അതെ, കോടിക്കണക്കിന് സമ്പാദിച്ചു, പക്ഷെ മനസ്സിനറിയുള്ള ആളെ കിട്ടില്ല. ലില്ലിയെ പോലെ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ലില്ലിയെ പോലെ ക്യൂട്ടായിട്ടൊരു സുന്ദരി കുട്ടിയെ കിട്ടിയില്ല. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ എല്ലാരും ഉണ്ട്. ഇപ്പൊ ഞാൻ മാത്രമേ ഏട്ടൻ സ്റ്റേഷനിൽ പോയി. അല്ലല്ല, വരട്ടെ വന്നിട്ട് കണ്ടിട്ട് പോകണം. അല്ല, ഏട്ടൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് വൈകും. അതുമല്ല, ഞാനിപ്പോ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടേ, അവിടെ പോവാനായിട്ട് നിൽക്കുമായിരുന്നു. പഴയ ഡാൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? അതാണ് ബോഡി ഇത്ര കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെ, വീട്ടിലൊരാൾ കയറി വന്നുള്ള ചായ തരാനുള്ള ഒരു മര്യാദ വേണ്ടേ? അയ്യോ, പഞ്ചസാര ഇല്ല. എന്തൊരു പഞ്ചസാര? എന്റെ ലില്ലി എന്നെ ഒരു പഞ്ചാര കട്ടിയല്ലേ? പഞ്ചസാര അപ്പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, ചേച്ചിയുടെ അടുത്ത്. അല്ല, വേണ്ട, നമുക്ക് ആ സമയം കളയാം, നമുക്ക് സംസാരിക്കാം. വേണ്ട, അപ്പുറത്ത് ചേച്ചിയുണ്ട്, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇവിടെ ഇരിക്കും, ഞാൻ എടുത്തോണ്ട് വരാം പഞ്ചസാര. അല്ല, പഞ്ചസാര വേണമെന്നില്ല. ലില്ലി